ആക്ച്വലി ഞാൻ ഇന്നലെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എനിക്ക് നോർമൽ കോൾ വന്നു. അപ്പോൾ നോർമൽ കോൾ അറ്റൻഡ് ചെയ്തു. അന്നേരം ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പോൾ ശാന്തകുമാരി അല്ലേ എന്നൊക്കെ ചോദിച്ചു. അതേ പറഞ്ഞു. പിന്നീട് അവർ സ്വയം പരിചയപ്പെടുത്തി, ഇങ്ങനെ ATS നിന്നാണ്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ മുംബൈയിൽ ഒരു ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൽ. അപ്പോൾ ആ നമ്പർ പിന്നെ പരിശോധിച്ച സമയത്ത് പഹൽഗാം ബോംബ് ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ഒരു പ്രതി അവരുടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിങ്ങളുടെ പേരിൽ ഈ നമ്പറിൽ വേറൊരു നമ്പർ പറഞ്ഞായിരുന്നു അവർ. ആ നമ്പർ ഇതാണ്, ഈ നമ്പറിലാണ് 9221335467. ഈ നമ്പറിലാണ് നിങ്ങളുടെ സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പേരിൽ. അപ്പോൾ ആ സിം ഉപയോഗിച്ചിട്ട് ഈ പ്രതി അതിനകത്ത് പിന്നെ ഉപയോഗം നടത്തിയതായിട്ടും ഒക്കെയാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. അപ്പോൾ ഞാനൊരു ക്യൂരിയോസിറ്റിയിൽ കൂടുതൽ അന്വേഷിച്ചു അതിനെ സംബന്ധിച്ച് എന്താണ് അങ്ങനെ പറയുന്നത് ചോദിച്ചു. അപ്പോഴാണ് വീണ്ടും അയാൾ പറഞ്ഞു, ഇങ്ങനെ ജമ്മു കാശ്മീർ JKC കേസ് 017/2025 ഒരു കേസ് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 മാർച്ച് 25 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കേസിൻ്റെ കൂടെ കാര്യം മനസ്സിലാക്കിയപ്പോൾ കുറച്ചുകൂടെ ഇത് ക്യൂരിയോസിറ്റിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കറൻറ്റ് MLA ആണ്, റൂളിംഗ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഫോണ് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സൈബർ സെല്ലിൽ കൈമാറും, അവർ നിങ്ങളെ വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫോൺ കട്ടാക്കിയില്ല, അവർ എന്നെ വീണ്ടും വിളിക്കുകയാണ്. മലയാളത്തിൽ നോർത്ത് ഇന്ത്യൻ മലയാളമാണ്, നമ്മുടെ മലയാളമൊന്നുമല്ല. സംസാരിച്ചിട്ട് ഒരു സുരേഷ് കുമാർ SI ആണ്, ഞാൻ സൈബർ സെൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞു, ഇത് വളരെ സീരിയസ് മാറ്ററാണ്, അപ്പോൾ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെങ്ങനെ കാശ്മീർ പോയിട്ടുണ്ടോ, മുംബൈ പോയിട്ടുണ്ടോ ഒക്കെ ചോദിച്ചു. ഓഫ് കോഴ്സ് ഞാൻ MLA ഒഫീഷ്യൽ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്, പലയിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ലോസ് ചെയ്യാൻ കാരണം ഡോക്യുമെൻറ്റ്സ്, ഏത് ഡോക്യുമെൻറ്റ്സാണ്, അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തത പറയുന്നില്ല. നിങ്ങളുടെ പേരിൽ വന്നിട്ട് സിം ഉപയോഗിച്ചതാണ് എന്ന നിലയിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ പോകാൻ വഴിയില്ല. അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ എയർ ടിക്കറ്റൊക്കെ സാധാരണ പാലക്കാട്ടിൽ നിന്നാണ് ഇവിടെ നിന്നാണ് ബുക്ക് ചെയ്യാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചു. അപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്കിത് ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അപ്പോൾ ഒരു നമ്പർ തരാം, നിങ്ങൾ അതിലേക്ക് വിളിക്കൂ എന്നും പറഞ്ഞിട്ട് ഈ 9963471360 ഈ നമ്പർ എനിക്ക് തന്നു. ഞാൻ അപ്പോൾ ഈ നമ്പറിൽ ഞാനാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോഴാണ് അയാൾ ഞാൻ ATS സ്ക്വാഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇല്ല എവറിത്തിങ് ഇസ് ഇൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് മലയാളം ഇതോടെ കഴിഞ്ഞു, തിരുവനന്തപുരത്ത് പറഞ്ഞോട് കഴിഞ്ഞു. പിന്നെ അങ്ങനെ കേസാണ്, അപ്പോൾ നിങ്ങൾ നോർമലി അവിടെ വരേണ്ടതാണ്, വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതായിട്ട് ബന്ധമൊന്നുമില്ല, ആരെങ്കിലും ഇതായത് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ റൈവലറി ഉണ്ടോ, പിന്നെ മുസ്ലിം പിന്നെ ഈ ഫ്രണ്ട്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, മൈനോറിറ്റി ആളുകളുണ്ട്, അവർ കേട്ട് നമ്മൾ നല്ല സുഹൃത്ത് ബന്ധത്തിലാണ്. അങ്ങനെ തുടങ്ങി സംസാരിച്ച് അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഇതെന്തോ എൻ്റെ ആണല്ലോ, എന്തോ ക്യൂരിയോസിറ്റി അറിയണം, അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഫോൺ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് അധികമായിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ നമ്പർ ഒന്ന് വാട്സപ്പിൽ സേവ് ചെയ്യൂ, യു വിൽ ഗെറ്റ് എൻ ഇൻഫർമേഷൻ, നിങ്ങൾ നോട്ടിഫിക്കേഷൻ, എന്നിട്ട് നിങ്ങൾ അതിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴത്തെ ചെയ്യുമ്പോഴത്തേക്കും ഇയാൾ അതിലേക്ക് എന്നെ വാട്സപ്പ് കോൾ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ഇപ്പോൾ ഞാൻ മോർണിംഗ് ഡ്രസ്സിലാണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഓഫാക്കിയപ്പോൾ ഓഫാക്കരുത് എന്ന് വന്നു. പിന്നെ ഞാനിത് ഇവിടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് അറിയില്ല ഞാൻ എന്തോ വേറെ എന്തോ കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഓഫീസ് റൂമിൽ അവർ ചോദിച്ചു ഓഫീസിലാണോ വീട്ടിലാണോ ചോദിച്ചു. ഞാൻ വീട്ടിലാണ്. എൻ്റെ റൂം അവിടെ ചെന്നിരുന്നു. ഞങ്ങൾ പോലും നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് നോയ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ റൂമിൽ നിന്നിട്ട് സംസാരിച്ചു. അപ്പോൾ ഇയാൾ അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നി. എങ്കിൽ പോലും ഞാൻ സ്റ്റേജ്, കാരണം ഇതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. കുറച്ചാകുമ്പോഴത്തേക്കും വീഡിയോ കോളിൽ അയാൾ യൂണിഫോമിലാണ് വന്നത്. അപ്പോൾ മക്കൾ പറഞ്ഞു അത് AI ആണ്, കാരണം അയാൾ ഇളകുമ്പോഴൊക്കെ താടിയൊക്കെ മാറുന്നുണ്ട്. എങ്കിലും ഞാൻ അതിൽ സംസാരിച്ചുകൊണ്ടിരുന്നു, അപ്പോൾ എന്താണെന്ന് അറിയട്ടെ എന്ന്. പിന്നെ എൻ്റെ ആധാർ കാർഡ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആധാർ കാർഡ് എൻ്റെ കയ്യിലില്ലായിരുന്നു, ഡ്രൈവർ കാറിലാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊണ്ടുവരുമോ, എന്താ അയാൾ ഇങ്ങനെ പറയുകയാണ് ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡ് കണ്ടപ്പം ഇതാരാണ് ചോദിച്ചപ്പോൾ ഹസ്ബൻഡാണ്. ദെൻ ഹി ആൾസോ സിറ്റ് അലോങ് വിത്ത് യു എന്ന് പറഞ്ഞു.
അപ്പോൾ മാധവേട്ടൻ അടുത്തിരുന്നു, ഷർട്ടൊക്കെ ഇട്ട് വന്ന് അടുത്തിരുന്നു. ദെൻ എൻ്റെ മകൻ വന്നപ്പോൾ ഹു ഇസ് ദാറ്റ്? ഇപ്പോൾ സണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ വൈ ഹി ഈസ് കമ്മിങ്, ഹി ആൾസോ സിറ്റ്സ് അലോങ് വിത്ത് യു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 ആൾ യഥാർത്ഥത്തിൽ അങ്ങ് നിന്നു. അപ്പോൾ മോൻ ചൂടായിട്ട് പറഞ്ഞു, ഹു ആർ യു, വാട്ട് ഈസ് യുവർ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മോൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ആസ് എൻ MLA നിങ്ങളുടെ ഫ്യൂച്ചറിൽ ബാധിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഇങ്ങനൊരു വിഷയം വന്നാൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്, സ്വാഭാവികമായും ഞാനൊരു പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ആളാണ്, പാർട്ടി പ്രതിസന്ധിയിലാവും. അപ്പോൾ ഇതെന്താണെന്ന് അറിയണമല്ലോ, എങ്ങനെ എൻ്റെ പേരിൽ ഒരു ഫേക്ക് കേസാണെങ്കിലും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു മണിക്കൂറുകൾ കഴിയാണ്. പിന്നെ ഞങ്ങൾ 3 ആളും അതിനകത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഡ്രൈവർ പോയിട്ട് നമ്മുടെ കുഴമന്നം പോലീസ് വിവരം അറിയിച്ചു. അപ്പോൾ അവരെ വിവരം അറിയിച്ച കാര്യം ഞാൻ അറിയില്ല. അപ്പോൾ ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം അയാൾ ഇൻ്റർകോം വഴി വേറൊരാൾക്ക് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ ആധാർ നമ്പർ വേണം. അപ്പം ഞാൻ ആധാർ നമ്പർ കൊടുത്തു. ആധാർ നമ്പർ കൊടുത്തപ്പോഴത്തേക്കും വി ആർ സെൻഡിങ് ദിസ് ടു CIS, ഇതിൽ നിന്ന് കേസിംഗ് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് അയക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇൻ്റർകോമിൻ്റെ മറുപടി ഇങ്ങോട്ട് വരികയാണ്, എൻ്റെ പേരിൽ മുംബൈ കനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോംബ് ബ്ലാസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രതി ഫണ്ട് പൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്, നിങ്ങളുടെ പേരിലെ അക്കൗണ്ടാണ്, വാട്ട് ഈസ് യുവർ കണക്ഷൻ വിത്ത് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് യാതൊന്നും അറിയില്ല, എനിക്ക് അവിടെ ഒരു ബന്ധമില്ല, ഒന്നും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ച്. അപ്പോൾ പൊളിറ്റിക്കൽ റൈവലറി എന്തെങ്കിലും ആയിരിക്കാം എന്ന നിലയിൽ ഞാൻ ഫേക്കാണെന്നുള്ള രീതി സംസാരിച്ചു.